നമസ്കാരം. മൈ ജേണി ആൻഡ് ഹിസ്റ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അനന്തപുരിയുടെ പുണ്യഭൂമിയിലാണ്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന ഈ മണ്ണിലെ ഏറ്റവും വലിയ ചൈതന്യം അത് ആറ്റുകാൽ അമ്മയാണ്. ഭക്തിയുടെയും സ്ത്രീശക്തിയുടെയും പ്രതീകമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചും ലോകപ്രശസ്തമായ പൊങ്കാലയെക്കുറിച്ചുമുള്ള ഒരു ആഴത്തിലുള്ള യാത്രയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. നമുക്ക് അമ്മയുടെ സന്നിധിയിലേക്ക് പോവാം. തിരുവനന്തപുരം നഗരത്തിൻ്റെ തെക്കുഭാഗത്ത് കിള്ളിയാറിൻ്റെ തീരത്താണ് ഈ പുണ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര തിരിച്ച ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളതെന്നാണ് ഐതിഹ്യം. ആറ്റുകാലിലെ മുല്ലവീട്ടിൽ തറവാട്ടിലെ കാരണവർക്ക് കിള്ളിയാറ്റിൽ വെച്ച് ദേവി ഒരു കൊച്ചു ബാലികയുടെ രൂപത്തിൽ ദർശനം നൽകി. ആ ബാലിക ആവശ്യപ്പെട്ടതനുസരിച്ച് അവളെ പുഴ കടക്കാൻ അദ്ദേഹം സഹായിച്ചു. പിന്നീട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വസിക്കാനുള്ള ഇടം കാട്ടിക്കൊടുത്തു. അങ്ങനെയാണ് ഈ മഹാക്ഷേത്രമുണ്ടായത്. ഇന്ന് കാണുന്ന ഈ ദ്രാവിഡ വാസ്തുവിദ്യയിലുള്ള ഗോപുരങ്ങൾ ചരിത്രത്തിൻ്റെയും ശില്പകലയുടെയും വിസ്മയങ്ങളാണ്. എന്തുകൊണ്ടാണ് ആറ്റുകാൽ സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കപ്പെടുന്നത്? ശബരിമല പുരുഷന്മാർക്ക് എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യമാണ് സ്ത്രീകൾക്ക് ആറ്റുകാൽ അമ്മയുടെ സന്നിധി. ജാതി മത ഭേദമന്യേ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഓരോ വർഷവും ഇവിടെ ഒത്തുചേരുന്നത്. അനന്തപത്മനാഭന്റെ സഹോദരിയായാണ് ആറ്റുകാലമ്മയെ ഭക്തർ കാണുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള ഈ ആത്മീയ ബന്ധം തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി നമുക്ക് പൊങ്കാലയെക്കുറിച്ച് സംസാരിക്കാം. കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ തുടങ്ങി പൂരം നക്ഷത്രത്തിൽ അവസാനിക്കുന്ന 10 ദിവസത്തെ ഉത്സവം. ഇതിൽ അവസാന ദിവസമാണ് വിശ്വപ്രസിദ്ധമായ പൊങ്കാല. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ചടങ്ങ് എന്ന നിലയിൽ ഇത് ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഭക്തർ നഗരവീഥികളിൽ മൺകലങ്ങളിൽ പായസവും മണ്ടപ്പുറ്റും വേവിക്കുമ്പോൾ ആ പുകപടലങ്ങൾക്കിടയിൽ തെളിയുന്നത് അമ്മയോടുള്ള അടങ്ങാത്ത ഭക്തിയാണ്. ക്ഷേത്രത്തിൽ നിന്നും അഗ്നി പകർന്ന് ഓരോ അടുപ്പിലേക്കും പകർന്നു നൽകുന്ന ആ നിമിഷം അത് വാക്കുകൾക്കും അപ്പുറമാണ്. പൊങ്കാല മാത്രമല്ല, കുത്തിയോട്ടവും വിളക്കുകെട്ടും മണികെട്ടും തുടങ്ങി നിരവധി ആചാരങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ദേവിയുടെ വിജയഗാഥ പാടുന്ന തോറ്റംപാട്ടുകൾ 10 ദിവസവും ക്ഷേത്രമുറ്റത്ത് അലയടിക്കും. പൊങ്കാല നിവേദ്യത്തിന് ശേഷം തീർത്ഥം തളിക്കുന്നതോടെ ഭക്തർ സംതൃപ്തിയോടെ മടങ്ങുന്നു. ഓരോ വർഷവും ഈ പുണ്യത്തിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അമ്മ ഒരു വലിയ താങ്ങാണ്. ചരിത്രവും വിശ്വാസവും ആത്മീയതയും ഒത്തുചേരുന്ന ആറ്റുകാൽ ക്ഷേത്രവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ മണ്ണ് നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എൻ്റെ ഈ കൊച്ചു യാത്രയിൽ നിങ്ങളെയും പങ്കാളികളാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ യാത്രാ വിവരണങ്ങൾക്കായി മൈ ജേണി ആൻഡ് ഹിസ്റ്ററി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ പൊങ്കാല അനുഭവങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.